കാലാവസ്ഥയുടെ ചൂടിനൊപ്പം തന്നെ ഒന്ന് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിനും നമുക്കറിയാം, ആദ്യം ഒന്ന് റെയിലിന്മേൽ കയറാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചെറിയ സമയം പോലും നമുക്ക് അനുവദിക്കാതെ ഏപ്രിൽ 9-ാം തീയതിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന തീരുമാനത്തിൽ കേരളത്തോട് എക്കാലത്തും സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടും കേരളത്തിനെ ഏതു രൂപത്തിൽ തകർക്കാൻ ശ്രമിച്ചു. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ, എൻ്റെ പ്രഖ്യാപനത്തിലൂടെ നമ്മൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ 6-ാം തീയതിയോട് കൂടി ഒരു നിശബ്ദ പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനിടയിൽ പരമാവധി വീടുകൾ ഗൃഹസന്ദർശനം നടത്തിക്കൊണ്ട് പോകണമെന്നതും അസാധ്യമായിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളെ ദൗത്യങ്ങളൊക്കെ തന്നെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് 2,17,000 വരുന്ന വോട്ടർമാരെ അതിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ചുരുങ്ങിയത് ഒരു 50,000 വോട്ടർമാരെയെങ്കിലും കണ്ടുകൊണ്ടാകണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്കറിയാം. പക്ഷേ അതും സാധ്യമാകാത്ത ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി നിങ്ങളാവണമെന്നാണ് ഒരു അഭ്യർത്ഥന ഉള്ളത്. കാരണം അവതരിപ്പിക്കപ്പെടുന്ന വസ്തുതകൾ, സത്യമായ സംഗതികൾ ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേരളത്തിൻ്റെ മണ്ണിൽ 10 വർഷക്കാലം നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കേരള ജനതയ്ക്ക് ലഭിച്ച ആശ്വാസ കിരണങ്ങളും ക്ഷേമ പദ്ധതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉയർച്ചയും ആരോഗ്യരംഗത്തുണ്ടായ വലിയ വളർച്ചയും എല്ലാം തന്നെ നമ്മളെ ഒരുപാട് രക്ഷപ്പെടുത്തിയതാണ്, നമ്മളെ ഒരുപാട് മെച്ചപ്പെടുത്തിയതാണ്. നമുക്കത് അറിയാം, വലിയ ദുരന്തങ്ങൾ ലോകവ്യാപകമായി നടന്ന കാലഘട്ടങ്ങളിലും കേരളത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ആ വലിയ കോവിഡ് എന്ന വലിയ മഹാമാരി നമ്മളെ മുറുക്കിയപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മരണത്തിന് വരിക്കുന്ന സമയത്ത് അതിനൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മളെ രക്ഷിച്ച ഒരു കേരള ഗവൺമെൻറ് ഉണ്ടായിരുന്നു. വലിയ ദുരന്തങ്ങളുണ്ടായ സമയത്ത്, പ്രകൃതി ദുരന്തങ്ങളുണ്ടായ സമയത്ത് രക്ഷിച്ച ഒരു ഗവൺമെൻറ് നമുക്കുണ്ട്. ഇനി അതിനെ തുടർച്ച എന്നോണം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മൾ നടത്തിയിട്ടുണ്ട്. മാറഞ്ചേരി പ്രദേശത്ത് നമ്മൾക്ക് എല്ലാവരും ഒരു ടൂറ് പോകുന്ന രൂപത്തിലേക്ക് കുറച്ച് ആളെ നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ തുറവണം എന്ന ഒരു കുന്ന്, നമുക്കതൊന്ന് കാണാൻ പോകണമെങ്കിൽ ഒരു കൊച്ചു വഞ്ചിയിൽ കയറി ആടി ഒലഞ്ഞ് അപ്പുറത്തേക്ക് പോയി കാണണം. ആ തുറവാണം കുന്നിലേക്ക് 34 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ തുറവാണം കുന്നത്തിലേക്ക് വലിയ ഒരു പാലം നിർമ്മിച്ചുകൊണ്ട് അത് ജനസേചന മാർഗത്തെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് കടന്നു വരാൻ കഴിയും. നമ്മൾ ജനക്ഷേമകരമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ 34 കോടി രൂപ ചെലവാക്കുമ്പോൾ എത്ര പേർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു എന്നത് നിലക്ക് അല്ല നമ്മൾ കാണുന്നത്. അത് 10 പേർക്കാണെങ്കിലും 100 പേർക്കാണെങ്കിലും, അത് പാവപ്പെട്ട ജനങ്ങളാണെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ പോലും ഒരു പ്രദേശത്തിനെ അന്യവൽക്കരിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നതിന് പകരം ആ പ്രദേശത്തിനെ മുഖ്യധാരയിലേക്ക് ചേർത്ത് നിർത്തി ആ തുറവാണം കുന്ന് നമ്മളെ മാറഞ്ചേരിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് വഴി 34 കോടി രൂപ ഒരു പിശുക്കും കൂടാതെ കേരള ഗവൺമെൻറ് അനുവദിച്ചു കൊണ്ടൊരു പദ്ധതി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അത് 37. ഇത് നമ്മളെ മുന്നിലേക്ക് വരുന്ന ഓരോ വസ്തുതകളാണ്. ഇപ്പോൾ പെരുമ്പടപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പെരുമ്പടപ്പിൽ ബണ്ടിൻ്റെ റോഡ് പുരോഗമിക്കുന്നു. ഇനി നമ്മളെ മുന്നിലുള്ള കുറേ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കോൾ കൃഷി മേഖലയെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ കടൽ ഭിത്തി സംരക്ഷിക്കേണ്ടത്, കടൽ ഭിത്തി മാത്രം സംരക്ഷിക്കേണ്ട ഒരു പ്രവൃത്തി മാത്രമാണ് നമ്മളെ മുന്നിൽ. പറഞ്ഞതിൽ നിന്ന് വിട്ടുനിന്നൊരു പ്രവൃത്തി, പറഞ്ഞത് മുഴുവൻ നടപ്പിലാക്കി എന്നതുകൊണ്ട് അതിൽ നിന്ന് ഒരു കളങ്കമായി മാറുന്ന ആ ഒരു പ്രവൃത്തിക്കിൻ്റെ അനുമതി കൂടി കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പ് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 547 കോടി രൂപ
കേരളത്തിൻ്റെ കോടതിപ്പടിയിൽ നിന്നും കാപ്പിരിക്കാട് അതിർത്തി വരെയുള്ള കടൽ ഭിത്തി സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഗവൺമെൻറ് ഉത്തരവ് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് പറഞ്ഞ 100% പ്രവൃത്തികളും നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള 100% കൃത്യമായി നമ്മൾ മേശപ്പുറത്ത് വെക്കുകയാണ്. പ്രവർത്തിക്കുന്നത് മാത്രമേ പറയൂ, പറഞ്ഞത് മുഴുവൻ നടപ്പിലാക്കുമെന്നുള്ള മഹത്തായ ഒരു മുദ്രാവാക്യമുണ്ടല്ലോ. ആ മുദ്രാവാക്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി സദാ ജാഗരൂകനായി എനിക്ക് ലഭിച്ച എൻ്റെ എല്ലാ അനുഭവങ്ങളും, അത് PSC ചെയർമാനായിക്കോട്ടെ, വേറെ എന്ത് തരത്തിൽ അഭിഭാഷകനായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, എൻ്റെ എല്ലാ അനുഭവങ്ങളും ഇനി പൊന്നാനിക്ക് സ്വന്തം. ഞാൻ പൊന്നാനിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുമെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രൂപത്തിൽ പൊന്നാനിയുടെ മുഖച്ഛായ ഇനിയൊന്നും മിനുക്കിക്കൊണ്ട് ഒരു ബന്ധുമിത്രാദികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഒന്ന് രേഖപ്പെടുത്തി വിജയിക്കുമ്പോൾ നമുക്ക് പൊന്നാനിക്കാരനെ വിജയിപ്പിക്കാം എന്നൊരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തിരിച്ച് നൽകേണ്ടതുണ്ട്. എൻ്റെ ഉറപ്പ് ഞാൻ നൽകി കഴിഞ്ഞു. എല്ലാവർക്കും അഭിനന്ദനങ്ങളും അപ്പുകൾ അവസാനിപ്പിക്കുന്നു. ഇനി മീറ്റിംഗ് ബാക്കിയാണ് അവസാനിപ്പിക്കേണ്ട അഭിനന്ദനം.